പ്രതിസന്ധികളിൽ നിന്ന് മനുഷ്യനെ പലപ്പോഴും രക്ഷപ്പെടുത്തുന്നത് തോൽക്കാൻ തയ്യാറാവാത്ത മനസ്സും അതികഠിനമായിട്ടുള്ള ആത്മവിശ്വാസമാണ്. അത്തരത്തിൽ ഒരാളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. എനിക്ക് പുറകിൽ നിന്ന് ഓടി വരുന്നൊരു ചേട്ടനെ കണ്ടോ? ഞാൻ അഷ്റഫ് മാരത്തോൺ. ഞാൻ എന്നും പ്രാക്ടീസ് ചെയ്യുന്ന മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയമാണിത്. എൻ്റെ ഓരോ കാൽവെപ്പിലും ഈ മണ്ണിൻ്റെ മണമുണ്ട്. കാരണം എന്നെ ഇവിടം വരെ എത്തിച്ചത് ഈ മൂവാറ്റുപുഴ സ്റ്റേഡിയം ഗ്രൗണ്ടാണ്. ഞാൻ 20 കിലോമീറ്റർ ഡെയിലി ഓടാറുണ്ട്. ഈ അഷ്റഫ് മാരത്തോൺ എന്നല്ലേ പേര് കൂടെ? അതെങ്ങനെയാണ് ഈ പേര് വന്നത്? അത് ഈ മാരത്തോണുകൾ കൂടുതൽ ഓടാൻ തുടങ്ങിയപ്പോൾ പിന്നെ നാട്ടുകാരിട്ട പേരാണ് മാരത്തോൺ. ക്യാൻസറിനെ ഓടി തോപ്പിച്ച അഷ്റഫ് മാരത്തോൺ. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ക്യാൻസറിനെ ഓടി തോൽപ്പിച്ചു. അതെങ്ങനെയാണ് ക്യാൻസറിനെ ഓടി തോപ്പിച്ചത്? 2016 ഡിസംബർ 26 ക്രിസ്മസിൻ്റെ അന്ന് മൂവാറ്റുപുഴ സ്റ്റേഡിയത്തിൽ 51 കിലോമീറ്റർ ഓടുകയും അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ക്യാൻസർ എന്ന മഹാരോഗം പിടിപെടുകയും ചെയ്തു. പഴക്കാപ്പള്ളിയിൽ ജനുവരി 26 ഓടുകയും അന്ന് തന്നെ വൈകുന്നേരം ഒരു മാരത്തോൺ തൊടുകയിൽ ഓടുകയും അത് പൂർത്തീകരിക്കാതെ ഞാൻ വീഴുകയും അങ്ങനെ എനിക്ക് പനി പിടിപെടുകയും ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു. ആദ്യത്തെ ബ്ലഡ് ടെസ്റ്റിലൊന്നും എനിക്ക് രോഗം എന്താണെന്ന് അറിഞ്ഞില്ല. പിന്നീട് ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം കുറഞ്ഞുപോയി. പ്ലേറ്റ്ലേറ്റ് കൗണ്ട് എല്ലാം ESR എല്ലാം കൂടി കിടക്കുന്നു. അങ്ങനെ എല്ലാം ആയപ്പോൾ ഒരു പ്രഗത്ഭ ആശുപത്രിയിൽ പോയി നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് എൻ്റെ ബന്ധുക്കളുടെ അടുത്ത് പറയും. ഞാനങ്ങനെ എറണാകുളത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് നടത്തി. അപ്പോൾ എനിക്ക് രോഗം പരിശോധിച്ചപ്പോൾ രോഗമാണ്, തുടക്കമാണ്. അത് ഏറ്റവും കൂടിയൊരു ക്യാൻസറാണ്. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല അഷ്റഫ്, നമുക്ക് തീർത്തും മാറ്റാം. അങ്ങനെ 3 മാസം അടുക്കാറായപ്പോൾ എനിക്ക് ന്യൂമോണിയ പിടിപ്പെടുകയും ചോര ശ്രദ്ധിക്കുകയും ICUയിൽ കയറുകയും 5 ദിവസം വെൻറ്റിലേറ്റർ പോലുള്ള ICUയിൽ ഞാൻ കിടന്ന് മൂർധന്യാവസ്ഥയിലായി. എൻ്റെ ബോഡി ഏറ്റുവാങ്ങാൻ വേണ്ടി ആളുകൾ കാത്തുനിൽക്കുമായിരുന്നു. ആ കണ്ടീഷനിൽ നിന്ന് ഞാൻ എല്ലാവരുടെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ മനോധൈര്യവും ഡോക്ടർ എപ്പോഴും പറയും അഷ്റഫിൻ്റെ മനോധൈര്യമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഘടകം. ബ്രോൺമാരോ ചെയ്ത റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടറുടെ അടുത്ത്, സാറേ ഞാൻ ഓടിക്കോട്ടെ. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് അഷ്റഫിന് ധൈര്യമുണ്ടെങ്കിൽ ഓടിക്കോ, ഈ രോഗത്തിൻ്റെ ഇതുകൊണ്ട് ഓടാതിരിക്കേണ്ട. അങ്ങനെ ഞാൻ ഓടുകയും മൂവാറ്റുപുഴ സ്റ്റേഡിയത്തിൽ 55 കിലോമീറ്റർ ജനങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ പൂർത്തിയാക്കുകയും 55 കിലോമീറ്റർ ഫസ്റ്റ് അടിച്ചു. 55 കിലോമീറ്റർ ഞാൻ ഗ്രൗണ്ടിൽ. അത് ഭയങ്കര. അപ്പോൾ അങ്ങനെ ഡോക്ടറിൻ്റെ സാന്നിധ്യത്തിൽ, ഡോക്ടർ വിദേശത്ത് പോകാനിരിക്കുമ്പോൾ ഡോക്ടർ എൻ്റെ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ അത് കണ്ട് തീരുന്നവരെയും ഡോക്ടർ അവിടെ ഉണ്ടാവുകയും ഡോക്ടറുടെ കൈക്കെട്ടി ഞാൻ തട്ടുകയും ചെയ്തു. 50 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ആളുകൾ 55 കിലോമീറ്റർ എത്ര? 55 വയസ്സിൽ 55 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. നമുക്ക് യുവാക്കൾക്ക് പോലും സാധിക്കാത്ത കാര്യമാണ്. അതും ഫസ്റ്റ് അടിക്കുന്നു. അതായത് രോഗം മാറി ആളുകളെല്ലാം ആകാംക്ഷയോടെ എൻ്റെ വീഴ്ച കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. കാരണം അവരെല്ലാം ഭയപ്പെട്ടു, ജനങ്ങളെല്ലാം ഭയപ്പെട്ടു. അപ്പോൾ ഡോക്ടറുള്ള കാരണം എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു. 60% രോഗം, 40% നമ്മുടെ മനോധൈര്യം, വിൽ പവർ. അതാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അത് ഡോക്ടറിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു. അത് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് കാരണം എനിക്കിവിടെ വരെ എത്തി. ഇതുവരെയും ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കൊരു അസുഖം, ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മരുന്നും കഴിച്ചിട്ടില്ല, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല. ഏറ്റവും ആദ്യത്തെ മാരത്തോൺ ഓടാൻ തുടങ്ങിയപ്പോഴാണ്? അത് മാരത്തോണായിട്ട് ഓടാൻ തുടങ്ങിയത് പാലക്കാടാണ്. അതിനു മുമ്പ് ഞാൻ ഡെയിലി 20-30 കിലോമീറ്ററൊക്കെ ഡെയിലി. ഈ ഓട്ടക്കാരനാണല്ലേ? ഒരു പ്രൊഫഷണൽ ഓട്ടക്കാരനായത് ഓട്ടോമാറ്റിക്കായിട്ടായതാണ്. കാരണം നമ്മൾ അംഗീകാരത്തെ നമ്മൾ തേടി പോകില്ല, നമുക്ക് നമ്മളെ തേടിയെത്തുക. അതാണ് പോയിന്റ്. അപ്പം ഞാനത് ഓടി എല്ലാ ആളുകളും എന്നെ അംഗീകരിച്ചു. കാരണം എല്ലാ ആൾക്കാർക്കും അത്ഭുതമാണ് ഈ പ്രായത്തിലും ഇങ്ങനെ അഷ്റഫ് ഇങ്ങനെ ഓടുന്നത്. എന്നെ ആദ്യം ഞാൻ ഓടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ നാടിൻ്റെ റോഡിലൂടെയൊക്കെ ഓടുമ്പോൾ എന്നെ കൂവായിരുന്നു ആളുകൾ. പിന്നെ പറയുന്നത് പട്ടി പുറ എത്തി എന്നും പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ടായിരുന്നു. ആ കളിയാക്കിയവരെല്ലാം ഇപ്പോൾ എൻ്റെ കൂടെ ഓടാൻ വേണ്ടിയുണ്ട്. കാരണം അതൊരു എനിക്കന്നൊന്നും അതാണ് ഏറ്റവും വലിയ പ്രതികാരം. പ്രതികാരം എന്ന സ്നേഹം, മധുര പ്രതികാരം, അത് സ്നേഹപ്രതികാരം. മാരത്തണിന് ഓടിയിട്ട് ഫസ്റ്റ് കിട്ടിയ പ്രൈസുകളാണ് അഷ്റഫേട്ടൻ്റെ ഈ വീട് മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. ഈ മെമ്മൻറ്റോയാണ് അത്. 55 കിലോമീറ്റർ മൂവാറ്റുപുഴ സ്റ്റേഡിയത്തിൽ ക്യാൻസർ മാറി 2 മാസത്തിനുള്ളിൽ ഓടി എനിക്ക് ഗംഗാൻ ഡോക്ടറിൻ്റെ മെമ്മൻറ്റോ വന്നത്. ഇത് ക്യാൻസർ മാമോഗ്രാമിന് വേണ്ടി 2 മാസം മുമ്പ് ലഷർ ഹോസ്പിറ്റലിൽ ഗംഗാൻ ഡോക്ടർ വകയായിട്ട് തന്നത്. ഇത് അഷ്റഫേട്ടനും ഒരേ ഭാര്യയുമാണ്. ഇതാണ് എൻ്റെ ഭാര്യ ഫായിസ. ഇത് എൻ്റെ രോഗത്തിന് വകവയ്ക്കാതെ രോഗം മാറി കഴിഞ്ഞപ്പോൾ എൻ്റെ ആദ്യ ഭാര്യ മരിച്ചപ്പോൾ എൻ്റെ കൂടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്ത് എന്നെ വിശ്വസിച്ച് വിവാഹം കഴിച്ച ആളാണ്. ക്യാൻസർ ദിനമായിട്ട് ഇന്ന് ക്യാൻസറിനെ നമ്മൾ ഓടിത്തൊൽപ്പിച്ച ഒരാളാണ് ഞാൻ. ദൈവാനുഗ്രഹം കൊണ്ട് ക്യാൻസർ
ഒരു ഭയപ്പെടേണ്ട അസുഖമല്ല. കാരണം നമ്മുടെ ഇച്ഛാശക്തിയും മനോധൈര്യം കൊണ്ട് ക്യാൻസറിനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് 58 വയസ്സാകുന്നു. വർഷങ്ങളായി ഞാൻ ഈ മാരത്തോൺ ഓടാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ക്യാൻസറിനെ പേടിച്ച് വീട്ടിലിരിക്കരുത്. മനോധൈര്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ഫലമായി നമുക്ക് രോഗം ഭേദപ്പെടുത്താൻ സാധിക്കും എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ക്യാൻസർ ദിനത്തിൻ്റെ ഒരു സന്ദേശമായി എനിക്ക് പറയാനുള്ളത്, എല്ലാ ജനങ്ങൾക്കും നന്മകൾ വരട്ടെ. നന്ദി, നമസ്കാരം. ക്യാൻസർ എന്ന് ഭയപ്പെടേണ്ട ഒരു കാര്യമല്ല എന്ന് ഇപ്പോഴും ഞാൻ എടുത്ത് പറയുന്നത് തന്നെയാണ്. നമ്മുടെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമുക്ക് രോഗം ഭേദമാക്കാം. അധികം പഴുകാതെ രോഗത്തിൻ്റെ അവസ്ഥ ആദ്യം അറിഞ്ഞാൽ തന്നെ അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാൽ മതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.